ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ ഞാൻ 2 ദിവസം മുമ്പ് നമ്മുടെ പേടിഎമ്മിൻ്റെ ക്രെഡിറ്റ് കാർഡ് നമുക്ക് അപ്രൂവ് ആയിട്ട് ഞാനൊരു ആക്ച്വലി വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർ പോയി കണ്ടോക്കെ അത് എങ്ങനെ ഞാൻ അപ്ലൈ ചെയ്ത് ഇത് ഡയറക്റ്റ് പേടിഎം ത്രൂ ആണോ അപ്ലൈ ചെയ്തത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം. ഇപ്പോൾ പേടിഎമ്മിൻ്റെ ഭയങ്കര ബാനും അതുപോലെ തന്നെ പേടിഎം പേയ്മെൻറ്റ് ബാനായി അതുപോലെ തന്നെ ഇപ്പോൾ അവർക്കിപ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് റെയ്ഡും വന്നിട്ടുണ്ട്, EDയുടെ സൈഡിൽ നിന്ന് റെയ്ഡും വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി നോക്കുമ്പോൾ പേടിഎമ്മിൻ്റെ ആകെ അടപ്പൂരിയിരിക്കുന്ന സമയമാണ്. അപ്പോൾ പേടിഎമ്മിൻ്റെ ഓൺ പ്രൊഡക്ട്സുകൾക്ക് ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരുടെ ക്രെഡിറ്റ് കാർഡ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് അവരുടെ ഓൺ പ്രൊഡക്റ്റ് അല്ല, നമ്മുടെ SBI ബാങ്കും HDFC ബാങ്കും കൂടി ടൈപ്പ് ചെയ്തിട്ട് ബാങ്കിങ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് ഈ 2 ബാങ്കുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവരുടെ പുതിയ HDFCയുടെ പേടിഎമ്മിൻ്റെ കാർഡ് ഡെലിവർ ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഫസ്റ്റ് ഇയർ ഫ്രീ എന്ന് പറഞ്ഞാൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അപ്ലൈ ചെയ്തതെന്ന് വെച്ചാൽ എനിക്ക് പേടിഎമ്മിൻ്റെ കാർഡ് വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷേ നമ്മൾ വീഡിയോ പർപ്പസിന് വേണ്ടി നമ്മൾ എടുത്താന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു 56ാമത്തെയോ 57ാമത്തെയോ അങ്ങനത്തെ കാർഡാണ്, ക്രെഡിറ്റ് കാർഡാണ്. കറക്റ്റ് ഇപ്പോൾ എൻ്റെ അക്കൗണ്ട് പോയി ഫുള്ള്. അപ്പോൾ ഞാൻ ഇടയിൽ കുറേ കാർഡുകൾ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ ഉള്ള ആക്റ്റീവ് 30 ക്രെഡിറ്റ് കാർഡ്സുകളുടെ വീഡിയോ നമ്മൾ 2ാം ചാനലിൽ ഇട്ടുണ്ടായിരുന്നു. അത് വേണമെങ്കിൽ കാണാത്തവർ പോയി കണ്ടു നോക്കാട്ടെ. എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം ഇതുപോലെ കുറേ എന്താ പറയുക കാർഡുകൾ ഉള്ളതുകൊണ്ട് തന്നെ അത് പകുതി എണ്ണം നമുക്ക് ഫ്രീ അല്ല, പകുതി എണ്ണം ഫ്രീ ആണ്. അപ്പോൾ ഫ്രീ അല്ലാത്തതിൻ്റെ ചാർജൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല അത്യാവശ്യം മാനുവലി നല്ല ചാർജ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പതുക്കെ നമ്മൾ ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അതിൽ മെജോറിറ്റി എണ്ണം നമ്മൾ വീഡിയോ പർപ്പസിന് വേണ്ടി എടുക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് ഓപ്പൺ ഇത് ഇങ്ങനത്തെ ഒരു പാക്കേജിലാണ് വന്നേക്കണേ കേട്ടോ. HDFC ബാങ്കിൻ്റെ ബ്രാൻഡിങ് ഉണ്ട്, നോർമൽ ഒരു വൈറ്റ് കളർ സംഭവങ്ങൾ. അപ്പോൾ നമുക്ക് എന്തായാലും ഓപ്പൺ ചെയ്യാം. HDFCയുടെ ലോഗോ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആകെ ഒരു പേപ്പർ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇതിൽ നമുക്ക് ക്രെഡിറ്റ് കാർഡ് നമ്പർ അതുപോലെ ക്രെഡിറ്റ് ലിമിറ്റ് ഒരു ബാങ്ക് ഹൈഡ് ചെയ്തിട്ടുണ്ട്. എന്താ സംഭവം വെച്ചാൽ നിങ്ങൾക്ക് അറിയായിരിക്കും HDFC ബാങ്കിന് എൻ്റെ ഓൾറെഡി HDFC ബാങ്കിൻ്റെ കാർഡ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ തന്നെ ഷെയർ ലിമിറ്റാണ് വരിക. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് കാണിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പേരും സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെയായിട്ട് അമേസിങ് റിവാർഡ് ഇതാണ് നമുക്ക് വെൽക്കം ലെറ്റർ വന്നിരിക്കുന്നുണ്ടോ. കാർഡ് നമ്മുടെ താഴെ ഇരിക്കുന്നുണ്ട്, ഒരു സിൽവർ കളർ. അപ്പോൾ ഇതിലെഴുതിയിട്ടുണ്ട് യുവർ പേടിഎം HDFC ക്രെഡിറ്റ് കാർഡ് ഈസ് ഹിയർ ഇൻ ദ വേൾഡ് വേർ എവരിത്തിങ് ഈസ് കണ്ടീഷണൽ. ദിസ് ക്രെഡിറ്റ് കാർഡ് ഓഫേഴ്സ് യു ക്യാഷ് ബാക്ക് ആൻഡ് റിവാർഡ് ഓൺ ട്രാൻസാക്ഷൻ അക്രോസ് ബിൽ പേയ്മെൻറ്റ് ഷോപ്പിംഗ് ആൻഡ് മോർ അങ്ങനെ ഇതിലുണ്ട്. പിന്നെ അതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ടുള്ള 3% ക്യാഷ് ബാക്ക് ഓൺ മൂവീസ് ആൻഡ് റീചാർജ് ഓൺ പേടിഎം ആപ്പ്. പേടിഎം ആപ്പിൽ കൂടെ ഞാൻ പേടിഎം ആപ്പ് മൂവീസ് ബുക്ക് ചെയ്യാൻ പേടിഎം ആപ്പ് ഉപയോഗിക്കാറുണ്ട്, അല്ലാണ്ട് അങ്ങനെ വലിയ ഉപയോഗിക്കാറില്ല. പിന്നെ 2% ക്യാഷ് ബാക്ക് ഓൺ ഓൾ അതർ സ്പെൻഡ്സ് ഓൺ പേടിഎം, അത് നമ്മൾ വേറെ ഒന്നും ചെയ്യാറില്ല. പിന്നെ ലോ കോസ്റ്റ് EMI ഓഫർ ഉണ്ട്. അതുപോലെ തന്നെ പേടിഎം ഫസ്റ്റ് ബെനിഫിറ്റ് അപ് ടു 50,000 ഫസ്റ്റ് ബെനിഫിറ്റ് വരുന്നുണ്ട്. ലോസ്റ്റ് കാർഡ് ലൈബിലിറ്റി കവർ വർത്ത് ₹3 lakh വരുന്നുണ്ട്. പിന്നെ ഗിഫ്റ്റ് വൗച്ചർ ഓൺ മൈൽ സ്റ്റോൺ സ്പെൻഡ് സംഭവങ്ങൾ വരുന്നുണ്ട്. പിന്നെ നമുക്ക് നോ ഫസ്റ്റ് ഇയർ ഫീ ഓൺ സ്പെൻഡിങ്. ഇത് 30,000 രൂപ നമുക്ക് ആദ്യത്തെ 90 ഡേയ്സിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഫസ്റ്റ് ഇയർ ഫ്രീ ഇല്ലാത്തുള്ളൂ. പിന്നെ നോ റിന്യൂവൽ ഫീ ഓൺ സ്പെൻഡിങ് 50,000 സ്പെൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് റിന്യൂവൽ ഫീ ഓഫ് ചെയ്തിട്ടും. പക്ഷെ എനിക്കിതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഇയർ ഫ്രീ ഇല്ലെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ അപ്ലൈ ചെയ്ത് ആക്ച്വലി നീ പിന്നെ ഇത് ആക്ടിവിറ്റി ചെയ്യുന്നതല്ലേ. ഞാൻ ആക്ച്വലി ആക്ടിവേറ്റും ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ ഒരു പടം കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ നോക്കിയപ്പോൾ ഇതിൽ നമുക്ക് പേടിഎം ആപ്പിൽ നോക്കിയപ്പോൾ ഒരു ₹250 ക്യാഷ് ബാക്ക് എടുക്കുന്നുണ്ട്, ഡയറക്റ്റ് ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് എടുത്തു. ഇതിൻ്റെ കാർഡ് എനിക്ക് തീരെ ഇഷ്ടമില്ല. അതൊന്നൊരു പ്ലെയിൻ ഒരു സാധനം കാർഡ് അടിച്ച് തന്ന പോലത്തെ ഒരു കാർഡാണ്. കണ്ടില്ലേ, ഇതിൻ്റെ പേടിഎമ്മിൻ്റെ ബ്രാൻഡിങ് പോലും ഇതിൻ്റെ ഫ്രണ്ടിലില്ല. കണ്ടില്ലേ, ആകെ എൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്, പിന്നെ വേറെ ഒന്നുമില്ല. പിന്നെ അവർ ആ ചെറിയൊരു ലോഗോ കൊടുത്തിട്ടുണ്ട്, അത്ര തന്നെ ഉള്ളൂ. പേടിഎമ്മിൻ്റെയോ HDFCയുടെ ഒരു ബ്രാൻഡിങ്ങോ സംഭവങ്ങളോ ഒന്നുമില്ല കേട്ടോ. ഇത് എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്തൊരു സംഭവം. ഇത് വൺ ഓഫ് ദ വേസ്റ്റ് കാർഡ് എന്ന് തന്നെ പറയാം. നോക്കിക്കഴിഞ്ഞാൽ കാർഡിൻ്റെ ലുക്കായാലും അതുപോലെ തന്നെ നോക്കുമ്പോൾ നിങ്ങൾ കണ്ടത് ഇതൊരു പ്ലെയിൻ വൈറ്റ് കാർഡ് പോലെ ഉണ്ട് സാധനം. ആരാണ് അവിടെ ഡിസൈൻ ചെയ്തത്? അപ്പോൾ ഇത് ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ വാല്യൂ വെച്ച് നോക്കിക്കഴിഞ്ഞാലും ഇതിൻ്റെ ബെനിഫിറ്റ് വെച്ച് നോക്കിക്കഴിഞ്ഞാലും ലുക്ക് വൈസ് നോക്കിക്കഴിഞ്ഞാലും എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്ത വൺ ഓഫ് ദ കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. വിസ വേരിയൻ്റ് ആണ് കേട്ടോ. NFC സപ്പോർട്ട് ഉണ്ട്, ഇതിൻ്റെ ബാക്കിൽ ആ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഫുൾ വൈറ്റ് ആണ്, അത് കാണുന്നില്ല വേറെ കാര്യം. അപ്പോൾ ഞാൻ ഇത്രയുള്ള സംഭവം സ്പെസിഫിക് ആയിട്ട് ഇത് ഞാൻ ആക്ച്വലി റെക്കമെൻഡ് ചെയ്യുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് HDFC കാർഡ് ആദ്യത്തെ ഒരു HDFC കാർഡ് എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേടിഎമ്മിൻ്റെ ആപ്പിൽ ഇത് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ. എന്താ വെച്ചാൽ നോർമലി അപ്ലൈ ചെയ്യുന്ന പേടിഎം HDFC കാർഡിനെക്കാട്ടും അപ്രൂവലായിട്ട് വലിയ ഡിഫറൻസ് എന്നാലും ചെറിയ ഡിഫറൻസ് കൂടുതലുണ്ട് നമ്മുടെ പേടിഎമ്മിൻ്റെ HDFC കാർഡിന്. അപ്പോൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇതിൽ നമ്മുടെ ആപ്പിൽ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അല്ലാണ്ട് വലിയ ബെനിഫിറ്റ് സംഭവമൊന്നുമില്ല. പേടിഎമ്മിൽ നമ്മൾ വലിയ എക്സ്റ്റെൻസീവ് ആയിട്ടൊന്നും ഉപയോഗിക്കുന്നില്ലല്ലോ. ഞാൻ റീചാർജ് തന്നെ ഉപയോഗിക്കാറില്ല. ഇപ്പോൾ റീചാർജിന് തന്നെ നമുക്ക് ഇഷ്ടംപോലെ ആപ്സും സംഭവങ്ങളും ക്രെഡും അങ്ങനത്തെ ആമസോണും സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതിൽ വലിയ ബെനിഫിറ്റ് ഒന്നുമില്ല. ആകെ ഞാൻ ഉപയോഗിക്കുന്നത് മൂവീസ് ബുക്ക് ചെയ്യാനാണ്. ഞാൻ അതിന് വലിയ ബെനിഫിറ്റ് ഉണ്ടോ നോക്കണം. ഇതിപ്പോൾ ഫസ്റ്റ് ഇയർ ഫ്രീ അല്ലാന്ന് ഞാൻ തെണ്ടും എന്ന് വെച്ചാൽ വെറുതെ എൻ്റെ ജോയിനിങ് ചാർജ് പോവും.
അത് അതിൽ ആക്ച്വലി കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാനൊക്കെ മറന്നു. അതാണ് ബോറായി പോയത്. നമ്മൾ വീഡിയോ പർപ്പസിനെ കണ്ടപ്പോൾ ചടി കയറി എടുത്താണ്, അല്ലെങ്കിൽ ഒരു ആവശ്യമില്ല. എന്ന് വെച്ചാൽ ഒന്നാമത് ഷെയർ ലിമിറ്റാണ്. അപ്പോൾ ഓൾറെഡി ഇന്ത്യയിൽ 3 HDFC കാർഡ് ഉണ്ട്. അപ്പോൾ ഞാൻ 2 ക്ലോസ് ഉണ്ടായിരുന്നു ഓൾറെഡി. നമ്മളതിൻ്റെ വീഡിയോ സംഭവം കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ആനുവൽ ചാർജ് ഉണ്ടെങ്കിൽ ജോയിനിങ് ചാർജ് ഉണ്ടെങ്കിൽ വേസ്റ്റ് ആവട്ടെ. ഞാൻ വെച്ചാൽ ഒരു 11 മാസം ആകുമ്പോൾ ക്ലോസ് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ അപ്പോൾ 12 മാസം ആകുമ്പോൾ നമുക്ക് ആനുവൽ ചാർജ് വരുമല്ലോ. അത് ഭയങ്കര ബോറായിപ്പോയി. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ. വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ 2 ചാനലും കാണാത്തൊരു പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യട്ടോ. ഡിസ്ക്രിപ്ഷനിൽ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.